പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ സങ്കടപ്പെടുന്നവരുണ്ട്. ചില കാര്യങ്ങളെ ഓർത്ത് ചിലരെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട്. ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് മനസ്സ് ഇപ്പം തന്നെ ഭയപ്പെടുന്നവരുണ്ട്. കർത്താവേ, അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഐ കം വിത്ത് വേർ എവർ യു ഗോ എന്ന് പറഞ്ഞ അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രാത്രി ഇന്ന് തിരിച്ചു വരുമ്പോൾ അവർ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് അവർ വിചാരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് എല്ലായിടത്തും വിജയം ഉണ്ടായി തിരിച്ചു വരാൻ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പരിശുദ്ധ അമ്മ, നിൻ്റെ അമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഈശോയുടെ നാമം തന്നെ ഞാൻ ആശീർവദിച്ച് അയക്കുന്നു. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെയാണ് ഇന്ന് പറയാൻ പക്ഷേ അതേ രീതിയല്ല, അതിൻ്റെ അടുത്ത ഘട്ടങ്ങളാണ്. അത് അറിയാമോ, ഒരാഴ്ചയിൽ ഒരേ തീം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വിവിധമായ വശങ്ങളെ പിടികിട്ടും. ഇപ്പോൾ ഒരു സ്കൂപ്പ് തന്നെ എടുത്തിട്ട് അതിൻ്റെ വ്യത്യസ്തമായ വശങ്ങൾ കാണിക്കുക. സംഭവം ഒന്ന് തന്നെ ആയിരിക്കും,
അതിൻ്റെ എല്ലാ വശം 8 ദിക്കുകളെയും നമ്മൾ കാണിക്കും. ആ 8 ദിവസം അങ്ങനെ ദൈവവചനം ഡെയിലി ബ്രെഡ് മുന്നോട്ട് പോകും. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ നിർമ്മലൻ എന്ന് വചനത്തിലെ ഒരു നല്ല വാക്കുണ്ട്. നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നല്ല, എൻ്റെ നിർമ്മലൻ എന്ന് കിടക്കണം, എൻ്റെയാണ്. സങ്കീർത്തനങ്ങൾ 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. വിശുദ്ധ പ്രശ്നം വെച്ചാൽ അപ്പം നിങ്ങൾ കേൾക്കുമ്പോർക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുന്ന വിഷയം മാത്രമാണിത്. കർത്താവിനെ വിശ്വസിക്കുമ്പോൾ എന്നെ വിശ്വസിക്കുന്നത് ഞാൻ മൂലം ജീവിക്കുന്ന ഈശോ പറഞ്ഞിട്ടല്ലേ, അതായിരിക്കും. അത് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതുമാത്രം പാതാളങ്ങളുണ്ടാകും. നമ്മൾ വീട് പോണ പാതാളങ്ങളില്ലേ, പാപമാകാം, ബിസിനസ് തകർച്ചയാകാം, ജോലി നഷ്ടമാകാം, വിസ പുതുക്കാത്തതാകാം, അങ്ങനെ പല പാതാളങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ. മക്കളില്ലാത്തതാകാം, കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നതാകാം, പല പാതാളങ്ങളുണ്ട്. ഈ പാതാളത്തിൽ വീഴാതിരിക്കാൻ എന്താ മാർഗം? എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. ആരെയാണ് ഇത്തരം പാതാളത്തിലേക്ക്, തകർച്ചയിലേക്ക് വിടാത്തത്? ആരെയാണ് വിടാത്തത്? എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. ആരാണ്? എൻ്റെ എന്നുള്ള വാക്ക് അവിടെ ഉണ്ട്. അതിനാണ് പ്രാധാന്യം. അത് ഈ എൻ്റെ കൂടെ, നിർമ്മലൻ്റെ കൂടെ എല്ലാ നിർമ്മലരും ചിലപ്പോൾ കർത്താവിൻ്റെതാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇപ്പം എന്തുമാത്രം ആൾക്കാർ, ഇപ്പം നിരീശ്വരന്മാരില്ലേ, നിരീശ്വരന്മാർ ദൈവത്തെ വിശ്വസിക്കാത്തവർ, ദൈവത്തെ പുച്ഛവും വെറുപ്പുമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ ജീവിതം നോക്കുമ്പോൾ അവർ നല്ല മനുഷ്യരാണ്. എല്ലാവരും ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ നല്ല മനുഷ്യരുണ്ട് എൻ്റെ അർത്ഥത്തിൽ. നല്ലവണ്ണം കുടുംബം നോക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്, ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നവരുണ്ട്, നല്ലവണ്ണം അധ്വാനിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ നല്ലവണ്ണം സത്യസന്ധമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷേ അവരാരും എൻ്റെ നിർമ്മലനാകണമെന്ന് നിർബന്ധമില്ല. നിർമ്മലനായിരിക്കും അവർ, പക്ഷെ എൻ്റെ നിർമ്മലനാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നിർമ്മലത്തെ ദൈവത്തിൻ്റെ സ്വന്തം ആൾ, അത് ഒരു ഭയങ്കര ഇതാണ്. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്വന്തം എന്ന് പറഞ്ഞുള്ള വിഷയമില്ലേ, റോമ 1:6. യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവർ. അപ്പം അങ്ങനെ ഒരു വിളിയാണ് എൻ്റെ നിർമ്മലൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ സ്വന്തമാകുകയാണ്. അപ്പോൾ സ്വന്തമാകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അഭിരുചി ചില ആൾക്കാർക്ക് യേശുക്രിസ്തുവിനോട് ഉണ്ടാകുമല്ലോ ഇല്ലേ. അപ്പം അവരതിനകത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. കാര്യം സ്വന്തമാകണമെന്നുണ്ടെങ്കിൽ നമ്മളത് വില കൊടുത്ത് വാങ്ങേണ്ടതാണ്. ചില ആൾക്കാർ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി വില കൊടുക്കാൻ തയ്യാറാകത്തില്ല. അവർക്ക് കിട്ടുന്ന പ്രൊമോഷൻ്റെ പേര് വില കൊടുക്കും, ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന നല്ല സൽപ്പേരിന് വേണ്ടി വില കൊടുക്കും. ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി വില കൊടുക്കാൻ ചിലർക്ക് ക്രിസ്തു അത്രയും മൂല്യമൊരു വ്യക്തിയായിട്ട് അവർക്ക് തോന്നത്തില്ല. കാര്യം അതൊരു വിളിയാണ്. വിളി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ തോന്നത്തുള്ളൂ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു വിളി ഉണ്ടെങ്കിൽ നമുക്ക് തോന്നും ക്രിസ്തുവിന് വേണ്ടി വില കൊടുക്കണം. അതുകൊണ്ട് ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ സ്വയം പരിത്യജിക്കണം, തൻ്റെ കുരിശെടുക്കണം, കൂടെ വരണം. അപ്പം അത് പേയ്മെൻ്റ് ആണെന്നാണ് പറഞ്ഞത്. പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഈശോൻ്റെ പേരിലും കുരിശ് എടുത്തുകൊണ്ടായിരിക്കണം. കുരിശ് എന്ന് പറയുമ്പോൾ നമുക്ക് തൽക്കാലത്ത് കുരിശിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മരിച്ച് കുറേ കാലം കഴിഞ്ഞ് മാത്രമേ, അത് 1-2 ദിവസം കഴിഞ്ഞ് മാത്രമേ അതിൻ്റെ വരുമാനമുള്ളൂ. എന്താണ് കുരിശെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അപ്പോഴപ്പം നമുക്ക് റിട്ടേൺസ് കിട്ടണം. കുരിശിന് മാത്രം കിട്ടത്തില്ല. അതാണ് കുരിശിൻ്റെ പ്രത്യേകത. 3-ാം ദിവസം കത്തുന്നേക്കത്തുള്ളൂ. തമസർ പറഞ്ഞതല്ലേ. ഇപ്പം കുരിശെടുക്കുന്ന കാലത്തൊന്നും റിട്ടേൺസ് ഇല്ല നമുക്ക്. അതിന് റിട്ടേൺസ് കുറേ കാലം കഴിഞ്ഞുകൊണ്ട്. അപ്പം 3 ദിവസം കഴിഞ്ഞാന്ന് പറയുമ്പോൾ 3 ദിവസം കഴിഞ്ഞ ഉടനെ നമ്മൾ ഡേറ്റ്, കലണ്ടറിലെ ഡേറ്റ് എണ്ണി വെക്കരുത്. ആ 3 ദിവസം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസമാണ്. അടക്കി കർത്താവിൻ്റെ നിത്യതയിലാണ്. 3-ാം ദിവസം എന്ന് പറയുന്നത് നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ചില കുരിശിൻ്റെ റീഫണ്ട്, ചിലർ എന്നെ മക്കൾ നോക്കണില്ല അച്ഛാ, എന്നെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ. അവരെൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരെ തൽക്കാലത്തേക്ക് എന്തെങ്കിലും അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലം കൊടുക്കുമെങ്കിലും അതല്ല എന്നെപ്പോലുള്ളവർ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്താ കാര്യം? അത് ചെയ്തിട്ട് അത് മാത്രം ചെയ്യാൻ റോട്ടറി ക്ലബ്ബുകാർ മതി ഇവിടെ.
അതിനൊരു പുരോഹിതൻ്റെ ആവശ്യമില്ല. ഒരു ഡിപ്രൈവ്ഡ് ആയിട്ട് വീട്ടിൽ നിന്ന് തള്ളി പുറത്താക്കിയ മാതാപിതാക്കന്മാർ അവരൊരു പുരോഹിതനടുത്ത് വരുമ്പോൾ നമ്മൾ അവർക്കൊരു അഭയം കൊടുക്കണം. പക്ഷേ ആ അഭയം പരിപാടി എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ റോട്ടറി ക്ലബ്ബുകാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അനാഥാലയങ്ങളൊക്കെ നടത്തുന്ന ഒത്തിരി പേരില്ലേ, ലേമാനുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റും. പുരോഹിതൻ അത് ചെയ്യേണ്ടതാണ്. പക്ഷെ പുരോഹിതൻ അത് മാത്രം ചെയ്താൽ പോരെ. എന്താ കാര്യം? ഇവർ പുറത്താക്കി ഈ മക്കളെ വളർത്തിയിട്ട് അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. അപ്പം മക്കൾക്ക് വേണ്ടി പണ്ടെടുത്ത കുരിശ് മക്കൾ റീഫണ്ട് ചെയ്യുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? നിത്യത്തിലാണ് റീഫണ്ട് ചെയ്യണത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഭൂതകാലത്ത് മക്കൾക്ക് വേണ്ടി എടുത്ത കുരിശുകൾ കർത്താവിൻ്റെ നാമത്തിലേക്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറയും. നിങ്ങളത് നിങ്ങളുടെ പേരിലായിരുന്നല്ല അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ ഞാൻ അവന് വേണ്ടി ഉറക്കം നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടിലാണ് അതെല്ലാം ചെയ്തിരുന്നത്. അതൊന്നും ഇപ്പോൾ റീഫണ്ടബിൾ അല്ലെന്ന് കണ്ടാൽ പിന്നെ ചെയ്യാവുന്ന ഒരു അടുത്ത മാർഗ്ഗമെന്ന് പറയുന്നത് അത് നിങ്ങൾ ക്യാരി ഓവർ ചെയ്തിട്ട് കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. അതാണ് നിങ്ങൾ അതായത് എൻ്റെ നാമത്തിൽ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുക എന്ന് പറയുമ്പോൾ നിത്യതയെ റീഫണ്ടബിൾ ആകുന്നതാണ് കുരിശെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ. ബാക്കി എന്ത് കുരിശെടുത്താലും ഇപ്പം നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കണം, രാത്രിയും പകലും പഠിക്കുന്നു, നിങ്ങൾക്ക് 4 അക്ക ശമ്പളം കിട്ടുന്നു കുറച്ച് കഴിയുമ്പോൾ. അതൊന്നും കുരിശല്ല, പഠനമൊന്നും കുരിശല്ല. എന്താ കാര്യം? പഠിക്കണത് എന്തിനു വേണ്ടിയാണ്? അത് നിങ്ങളുടെ നിങ്ങൾ ജോലി എടുത്തിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോറ്റാനാണ്. പല അണ്ണന്മാർക്കും കുഴപ്പമെന്ന് പറയാം, 84 വയസ്സ് 82 വയസ്സെന്നൊക്കെ പറഞ്ഞ് കണക്കൂട്ടി നോക്കുമ്പോഴേ ബാലൻസ് നില്ല. എന്താ കാര്യം? കർത്താവിന് വേണ്ടി എടുത്ത കുരിശുകളൊന്നുമില്ല. കുറേ കുരിശുകൾ ഭർത്താവിന് വേണ്ടി എടുത്ത്, കുറേ കുരിശ് ഭാര്യയ്ക്ക് വേണ്ടി എടുത്ത്, അതെല്ലാം നിങ്ങൾ തന്നെ അവിടേക്ക് നിന്ന് അതിൻ്റെ വരുമാനം മേടിച്ചു, അവരുടെ ആശ്വാസവും അവരുടെ സന്ധിപ്പൊക്കെ വാങ്ങിച്ച് ടാരിയായി പോയി. റീഫണ്ടബിൾ അല്ലാത്ത സാധനം when we take the name of Jesus Christ, that is the Holy Cross. ക്രോസും ഹോളി ക്രോസും ഉണ്ട്. ക്രോസും ഹോളി ക്രോസും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ എടുക്കുന്നതാണ് ഹോളി ക്രോസ് എന്ന് പറയുന്നത്. അല്ലാതെ സാധാരണ വരുന്ന മനുഷ്യന്മാരെല്ലാം എടുക്കുന്നത് അവർക്ക് വേണ്ടി എടുക്കുന്ന കുരിശ് സാധാരണ കുരിശാണ്. റീഫണ്ടബിൾ അല്ലാത്തതും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെടുത്തിട്ട് യേശുക്രിസ്തു റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന സംഭവത്തിനെയാണ് കുരിശെന്ന് പറയണത്. അപ്പം അത് ഈ കുരിശ് കർത്താവിൻ്റെ നാമത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുരിശ് റീഫണ്ടബിൾ അല്ലെങ്കിൽ ആ കുരിശ് ഹോളി ക്രോസ് ആകാൻ സാധ്യതയുണ്ട്. അത് യേശുവിൻ്റെ നാമത്തിൽ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എൻ്റെ നിർമ്മലനാകും. ഓക്കെ അല്ലേ? ക്രിസ്ത്യാനിയായിട്ട് ജീവിത കാര്യമല്ലേ, എൻ്റെ നിർമ്മലനാകണം, അത് സ്റ്റാറ്റസാണ്. ഓക്കെ അല്ലേ? നന്ദിനി, ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അമ്മൻ്റെ പ്രതീക്ഷനും ദൈവനാമം വാഴ്ത്തപ്പെടുത്താനും എന്നെ എൻ്റെ കുടുംബത്തിനും ഈ ദിവ്യമായ അൾത്താരയിൽ ഇന്നത്തെ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് ദൈവത്തിനും മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ ആദ്യത്തെ ഉടമ്പടി സെപ്റ്റംബർ 2023 ഓൺലൈനിലായിരുന്നു ഞാൻ ദുബായിലുള്ളപ്പോൾ. പക്ഷേ അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് വീണ്ടും സെപ്റ്റംബർ 9 ആയിരുന്നു. അത് എൻ്റെ അമ്മയിൽ വഴിയായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്ത്. ആദ്യം അമ്മ ഉടമ്പടി എടുത്തത് ജൂൺ 9 ആയിരുന്നു. അത് അടുത്തുള്ള ഒരു ആൻറ്റി റെഫർ ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലായിട്ട് ഇഷ്യൂസ് ഉള്ള സമയമാണ്, എനിക്ക് ജോലി ഇല്ലാത്ത സമയം. ആദ്യമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള ടെസ്റ്റിമോണി അമ്മൻ്റെ രോഗസൗഖ്യമാണ്. 12 വർഷമായിട്ട് അമ്മയ്ക്ക് അലർജീസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ദേഹം മൊത്തം ചൊറിച്ചലായിരുന്നു. പിന്നെ യാതൊരു ഫുഡ്, അപ്പോൾ മീനാവട്ടെ, പിന്നെ ഈ ഫുഡ് ഹോട്ടായിട്ടുള്ള ഏത് ഫുഡും കഴിക്കാൻ പറ്റില്ല. എന്ത് കഴിച്ചാലും ദേഹത്തിൽ മൊത്തം ചൊറിച്ചലും ഈ ബ്ലഡൊക്കെ ക്ലോട്ട് ആവുമായിരുന്നു. പിന്നെ മുറിവായിട്ട് അതിലൂടെ ഇങ്ങനെ പസ്സൊക്കെ ഫോം ചെയ്യായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പുറത്ത് പോകാനും ഡ്രസ്സ് ഇപ്പോൾ ചുടിദാർ ആവട്ടെ സാരി ആവട്ടെ ഇട്ടാൽ ബ്ലൗസൊക്കെ ഇട്ടാൽ കയ്യിൽ മൊത്തമായിട്ട് അലർജീസ് ആയിരുന്നു. അതൊന്നും ഈ 12 ഇയേഴ്സായിട്ട് എത്ര ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചിട്ടും എവിടെ പോയി കൺസൾട്ട് ചെയ്തിട്ടും എന്ത് മെഡിസിൻ കഴിച്ചിട്ടും അത് ക്യൂർ ആവണ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഉടമ്പടി എടുത്ത്, ആദ്യത്തെ ഉടമ്പടിയിൽ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അമ്മ ഇച്ചിരി ഡൗൺ ആയി. അപ്പോൾ അമ്മ പറഞ്ഞു ആദ്യത്തെ ഉടമ്പടി എടുത്ത് ഒന്നും നടന്നില്ലല്ലോ. അപ്പോഴാണ് ഞാൻ ദുബായിൽ നിന്ന് വരുന്നത്. ഓഗസ്റ്റിലാണ് ഞാൻ ലാൻഡ് ആവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത ഉടമ്പടി അമ്മ ഞാനുണ്ട്. അപ്പോൾ അമ്മയെ വിശ്വസിക്കുക, അമ്മയ്ക്കൊരു പ്ലാനുണ്ട്. ആ പ്ലാന് പ്രകാരം അമ്മ എന്തായാലും രോഗസൗഖ്യം തരും. അടുത്ത സെക്കൻഡ് റിന്യൂവൽ പോകുമ്പോൾ അമ്മൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ദേഹത്തുള്ള എല്ലാ പാടുകളും മാറി എല്ലാ അമ്മയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അതേപോലെ അമ്മ അത് കേട്ടു. എൻ്റെ മാതാവ് അനുഗ്രഹിച്ചാലും ദൈവത്തിൻ്റെ കൃപയാലും അമ്മയ്ക്ക് ഇപ്പോൾ എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുന്നുണ്ട്. ദേഹത്തുള്ള എല്ലാം സ്കാർസും എല്ലാം മാറിക്കിട്ടി.
അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ക്യൂറായിട്ട് കിട്ടി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 2021 ഞാൻ ദുബായിലെത്തി. എനിക്ക് നല്ലൊരു ജോലി കിട്ടി. പക്ഷേ അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയാൽ മാനേജറിൻ്റെ കുറച്ച് ഇഷ്യൂസായാലും എനിക്ക് അവിടെ നിന്ന് ജോലി 1 വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷം എത്തുമ്പോഴേക്കും ഞാൻ റിസൈൻ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടുള്ള വിസ ക്യാൻസലേഷൻ ഡിലേ ആയതുകൊണ്ട് എനിക്ക് വേറെ എവിടെയും ജോലി ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 5 months ഗ്യാപ്പായി. ഒത്തിരി ഫിനാൻഷ്യൽ ഇഷ്യൂ. പക്ഷേ ഞാനപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് 1 മാസം ഫോളോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ വിട്ടെങ്കിലും മാതാവ് എന്നെ വിട്ടൂല. മാതാവ് എന്നെ മുറുക്ക് പിടിച്ച് പിന്നെ വിസ പ്രോപ്പറായി ക്യാൻസലേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് എല്ലാം ക്ലിയറായി. നല്ലപോലെ എനിക്ക് വേറൊരു ജോലിയിൽ കയറാൻ പറ്റി. പക്ഷേ അവിടെയും ഇഷ്യൂ. അവിടെ എനിക്ക് പൂർണ്ണമായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയില്ല. 3 മാസം ഞാൻ ചെയ്തു. പിന്നെ അവിടെ നിന്നും ഞാൻ ഇറങ്ങേണ്ടി വന്നു. എനിക്ക് ഉള്ളിലൊരു വോയിസ്, നമുക്ക് ഇല്ല നീ ബാംഗ്ലൂർ പൊക്കോ, എനിക്ക് വീട്ടിൽ നിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഞാൻ ശരി എന്നാൽ ബാംഗ്ലൂരിൽ പോവാം, എന്നിട്ട് അവിടെ പോയി നോക്കാമെന്നുള്ള ഇതിൽ ഞാൻ ദൈവത്തിൻ്റെ പ്രാർത്ഥിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വിസൻ്റെ കുറേ ഫൈനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ 5 months ഗ്യാപ്പിൽ അമ്മ മാതാവ് അനുഗ്രഹിച്ച പോലെ ഒത്തിരി പേര് എന്നെ സഹായിക്കണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ നമ്മളൊരു അബ്രോഡിലിരിക്കുമ്പോൾ ജോലിയില്ലാതെ നമ്മളെങ്ങനെ ജീവിക്കും? ഒരു മാസത്തെ റെൻറ്റ് കൊടുക്കാനും പോലും എൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു. ഫുഡിന് എൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇൻറ്റർസെഷനാൽ എനിക്ക് ഒത്തിരി പേര് എനിക്ക് സഹായിച്ചു. അതേപോലെ ഒരു പ്രോബ്ലമും ഇല്ലാണ്ട് ഞാൻ ബാംഗ്ലൂർ എത്തി. ഒരു ഉടമ്പടി എടുത്തു. സെപ്റ്റംബറിൽ ഉടമ്പടി എടുത്തു. പിന്നെ സെപ്റ്റംബർ 3 റിന്യൂവൽ കഴിഞ്ഞു. ഞാൻ നിയോഗം വെച്ചത് എനിക്ക് ദുബായിലാവട്ടെ ബാംഗ്ലൂർ ആവട്ടെ എനിക്കൊരു നല്ല ജോലി വേണം. ഞാനാണ് ഡിപ്പെൻഡബിൾ. എൻ്റെ അച്ഛനും അമ്മനെയും കുഞ്ഞിനെയും നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു നല്ല ജോബ് വേണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പ്രാർത്ഥിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ 3ാമത്തെ ഉടമ്പടിയിലാണ് എനിക്ക് അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയ്ക്കുള്ള അനുഗ്രഹം ഉണ്ടായേ. അത് കഴിഞ്ഞതും മേലെ എനിക്കൊരു ജോലി ഉണ്ടായി. അത് വലിയ ജോലി അല്ലെങ്കിലും എൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അതിവിടെ മാർച്ചിൽ കൈവെപ്പ് പ്രാർത്ഥന ആ സമയത്ത് തന്നെ ആയിരുന്നു ഇവിടുത്തെ ബ്രദറിനെ ഞാൻ പരിചയപ്പെട്ടത്. അപ്പോൾ ബ്രദർ മൂലം എനിക്കൊരു നല്ല ജോലി കിട്ടി. എൻ്റെ പ്രൊഫഷണൽ അല്ലെങ്കിലും ഞാൻ അതിലൂടെ എനിക്ക് എൻ്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാനുള്ള എനിക്ക് കൃപയുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ റിന്യൂവൽ 1 വർഷത്തിൻ്റെ മുമ്പിൽ എനിക്കൊരു നല്ല ജോലി ഇവിടെ ബാംഗ്ലൂരിൽ കിട്ടണമെന്ന്. ഇപ്പോൾ എനിക്ക് നല്ലൊരു ജോലി ബിഗ് 4 കമ്പനിയിൽ 1 of the കമ്പനിയിൽ എനിക്ക് നല്ല മാനേജർ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചതിനേക്കാളും കൂടുതലായിട്ടുള്ള സാലറിയും എനിക്ക് അമ്മ തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ ജോയിനിങ് ഇപ്പോൾ Monday 15th ആണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പ്രാർത്ഥിച്ചായിരുന്നു. എൻ്റെ ബർത്ത്ഡേൻ്റെ മുമ്പിൽ എനിക്ക് ജോലി കിട്ടണം. എൻ്റെ ബർത്ത്ഡേ ആ ഫേമിൽ വേണം ഞാൻ ആഘോഷിക്കാൻ. എൻ്റെ ബർത്ത്ഡേ December 17th ആണ്. 15th ആണ് എൻ്റെ ജോയിനിങ്. അമ്മ നമ്മൾ ചോദിച്ചതിനേക്കാളും ഒരു പിടി കൂടുതൽ തരുന്നുള്ള സാക്ഷിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് ഈ ആൾക്കാരിൽ ഞാനും എൻ്റെ കുടുംബം ജീവനോടെ ജീവിച്ചിരിക്കുന്നത് അത് അമ്മ മാത്രമാണ്. അമ്മയും ദൈവത്തിൻ്റെ കാരുണ്യം മാത്രമാണ്. ഈ ജോലിയില്ലാതെയും ഫിനാൻഷ്യൽ പ്രോബ്ലമായിട്ട് ഒത്തിരി പേര് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അവനോട് പറയാം, അവർക്കായിട്ടുള്ളതല്ല, പക്ഷേ ദൈവം എൻ്റെ കൂടെ ഉള്ളതെന്നുള്ള ആ ഒരു ഗുഡ് ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് അത് എൻ്റെ യേശുവിനും എൻ്റെ മാതാവിനും മാത്രമാണ്. ഇത്ര ചൊല്ലി ഞാൻ നിർത്തുന്നു. ആത്മീയമായിട്ടുള്ള വളർച്ച. ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഈശോയോടും അമ്മയോടും നല്ല വിശ്വാസമാണ്, അടുത്ത് അറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്തത് കൊണ്ട് ഇൻറ്റൻറ്റായിട്ട് നമുക്ക് ഇനിയും ഒന്നും കൂടി എന്നെ ഈശോയിൽ അടുപ്പിച്ചതും ഈശോനെക്കുറിച്ച് കൂടുതൽ അറിയിപ്പിച്ചതും അവനെ കൂടുതലായിട്ട് ഓരോ ദിവസം സ്നേഹിക്കാൻ പറ്റുന്നതും ദൈവത്തിൻ്റെ കൃപയാണ്. ഈ സഹനങ്ങളുള്ള സമയത്തും കൂടി ഞങ്ങൾ ദൈവത്തിനെ വിട്ടിട്ടില്ല. എന്നും ഉടമ്പടി എടുത്തപ്പോൾ തൊട്ടും അതിന് മുൻപും പ്രാർത്ഥന മുടക്കാറില്ല, കൊന്ത മുടക്കാറില്ല. പിന്നെ ഞങ്ങൾക്കായിട്ടുള്ള വിഷമം തന്ന എല്ലാവരെയും ഞങ്ങൾക്ക് ഫർഗീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ചർച്ചിൽ മാസ് മുടക്കാറില്ല, എല്ലാ സൺഡേയും മാസിന് പോവാറുണ്ട്. അതല്ലാതെ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഈശോയെ എനിക്ക് ഞായറാഴ്ച കുർബാന കൂടാത്ത ഏത് ഫംഗ്ഷനും അല്ല വേറെ ഏത് പ്രോഗ്രാമിനും എനിക്ക് പോകാനുള്ള ഇടവരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. മെർസിഫുൾ ലൈഫ് എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്തുള്ളത് എന്താണോ
ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അത് ഞാൻ എൻ്റെ അടുത്ത് എങ്ങനെയാണോ എനിക്ക് സഹായിക്കാൻ പറ്റുക ഞാനത് സഹായിക്കാറുണ്ട്. ഓർഫനേജിൽ ഫുഡ് കൊടുക്കാറുണ്ട്, പ്രേക്ഷക പ്രവർത്തനം ചെയ്യാറുള്ളത്, പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, അതിലൂടെ ഫേസ്ബുക്കിലും. എനിക്ക് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന എല്ലാ മിറക്കിൾസും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ദിവസം മുടങ്ങാതെ ഞാൻ 5:30 കാണും. പിന്നെ അച്ഛൻ പിന്നെ വിട്ടുപോയ കാര്യം, ഈ ഇൻ്റർവ്യൂസ് എനിക്ക് വരുമ്പോഴെല്ലാം ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലത്തെ അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് വന്നതും എനിക്ക് ഒരുപാട് അടയാളങ്ങൾ എനിക്ക് തിരിയിലൂടെ തിരുഹൃദയം, പരിശുദ്ധാത്മാവും, അമ്മയുടെ പ്രസൻസും, പിന്നെ ഫ്രേഗ്രൻസും, മോളിന് റെയിൻബോ വരെ കണ്ടിട്ടുണ്ട്. പിന്നെ തിരിയിൽ കണ്ട എല്ലാ അപ്ഡേറ്റ്സാണ് എനിക്ക് ഇൻ്റർവ്യൂസ് വന്നതും എല്ലാം. ഞാൻ പ്രാർത്ഥിച്ച പോലെ മാസത്തിൽ തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ 31-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഇൻ്റർവ്യൂ, എൻ്റെ ഫൈനൽ ഇൻ്റർവ്യൂ. ആ സമയം വരെ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചായിരുന്നു 31st ഞാൻ ലാസ്റ്റ് ഇൻ്റർവ്യൂ കൊടുത്തത്, അതിൽ തന്നെ എനിക്ക് കിട്ടുമെന്ന്. അതേപോലെയാണ് November 7th മോള് പറഞ്ഞു, അത് മാതാവ് എന്നെ പറയിപ്പിച്ചതാണ്, അമ്മ പേടിക്കണ്ട, നിങ്ങൾക്ക് എന്തായാലും 7th സെലക്ഷൻ വരും, കോള് വരും, നിങ്ങൾ സെലക്ട് ആണ്. അതേപോലെ 7-ാം തീയതി നവംബർ മോള് പറഞ്ഞ പോലെ തന്നെ, മാതാവ് പറയിപ്പിച്ച പോലെ തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടി. ഓഫർ ലെറ്റർ കിട്ടിയതും എനിക്ക് 14th നവംബറിലാണ്. അതും ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അമ്മ മാതാവെ എല്ലാവരുടെ മുമ്പിലും തലയുയർത്തി നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഓഫർ ലെറ്റർ ഞാൻ നാട്ടിൽ പോകുന്ന മുമ്പ് എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അതേപോലെ ഞാൻ 15th മോർണിംഗ് ആയിരുന്നു എൻ്റെ ട്രെയിൻ. എനിക്ക് 14th ഈവനിങ് തന്നെ എനിക്ക് മാതാവ് ഓഫർ ലെറ്റർ അയച്ചിട്ട് ബ്ലെസ്സിങ് ആയിട്ട് തന്നതിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ അനുഭവങ്ങൾ ഞാൻ കർത്താവിൻ്റെ മുന്നിൽ പറയാൻ പോകുന്നത്, എൻ്റെ കർത്താവിനോടും എൻ്റെ അമ്മയോടും ഞങ്ങളെ ഇതുവരെ സഹായിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു, കോടാനുകോടി നന്ദികൾ പറയുന്നു. ഒരുപാട് വേദനകളും ഒരുപാട് സങ്കടങ്ങളും അനുഭവിച്ചാണ് ഞാൻ ഇന്ന് ഈ അൽത്താരയിൽ നിൽക്കുന്നത്. ഒരുപാട് സങ്കടങ്ങൾ, പറഞ്ഞാൽ തീരാത്ത സങ്കടങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എന്നാലും എല്ലാം എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ഞങ്ങൾക്ക് ധൈര്യം തന്ന് ഇന്നും ഞങ്ങളുടെ വീട് ഞങ്ങളെ നിലനിർത്തി. ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിച്ചു. എല്ലാം പണയപ്പെടുത്തിയാണ് ഞങ്ങൾ ആ ഒരു വീട് വാങ്ങിച്ചത്. ആ വീട് 5 വർഷം ഒന്നും പ്രശ്നമില്ലാതെ പോയി. പിന്നെ ഇതാ 1 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ലോണുകളൊന്നും കെട്ടാൻ പറ്റാതായി. എൻ്റെ മോൾക്ക് പ്രശ്നങ്ങൾ തുടങ്ങി ജോലിയിൽ. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഏക ഉള്ളത് ഒരു മകൾ മാത്രമാണ്. ഞങ്ങളാകെ എന്താ പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. ദൈവത്തിന് ഇതുവരെയും ഞങ്ങളെ സഹായിച്ച എൻ്റെ ദൈവത്തിനും നന്ദി പറയുന്നു. എൻ്റെ അമ്മയ്ക്കും എൻ്റെ അപ്പനും ഞങ്ങളെ ഇതുവരെയും സഹായിച്ചവർക്കും ഞാൻ കോടാനുകോടി നന്ദി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 27-ാം തിരുവചനം. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിൻ്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നന്ദിനി എന്ന ഈ മകൾ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷി നമ്മോട് ഏറ്റുപറയുന്നത് ജീവിതത്തിൻ്റെ ഒരു വലിയ സങ്കടക്കടലിൽ നിന്ന് കരകയറ്റിയതിൻ്റെ നന്ദിയായിട്ടാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദിനി എന്ന് നന്ദി പറയുന്നത്. ജീവിതാവസ്ഥയിൽ വളരെയധികം സങ്കടപ്പെട്ട സമയത്ത്, ജോലിയില്ലാതെ വിഷമിച്ചപ്പോൾ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മ, നന്ദിനിയുടെ അമ്മ പറഞ്ഞതനുസരിച്ച് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്ന് തന്നെ ഒരു വലിയ നല്ല സാലറിയുള്ള ഒരു ജോബ് ഈ ബാംഗ്ലൂർ തന്നെ മകളെ നൽകി അനുഗ്രഹിച്ചു എന്നാണ് നന്ദിനിക്ക് പറയാനുള്ളത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളിലും ഈശോ നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ ആവശ്യങ്ങൾ അവിടെ നിന്ന് അറിയുന്നുണ്ട്. ഈശോ പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ഈശോ പറയുന്നുണ്ട്. നാം എപ്പോഴെല്ലാം നമ്മെ തന്നെ മറന്ന് ഈശോയുടെ രാജ്യവും ഈശോയുടെ തിരുമനസ് അന്വേഷിക്കുവാൻ നാം തയ്യാറായോ അവിടെയാണ് നമ്മുടെ വിജയം എന്ന് നമുക്ക് പറയാം. ഈശോ പറയുന്നത്, നിനക്ക് ആവശ്യമുള്ളതെല്ലാം, നമുക്കിതെല്ലാം ആവശ്യമാണെന്ന് സ്വർഗസ്ഥനായ പിതാവിനറിയാം. അതുകൊണ്ട് തന്നെ കുരുവികളേക്കാൾ വയലിലെ പുഷ്പങ്ങളേക്കാൾ എല്ലാം മനോഹരമായിട്ടാണ് ഈശോ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതും നമുക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നതും. ജോബിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, നീ തീരുമാനിക്കുന്നത്, നീ ആഗ്രഹിക്കുന്ന എല്ലാം ദൈവം നിനക്ക് തരും. കാരണം നീ നിൻ്റെ നേർച്ചകൾ നിറവേറ്റുന്നു. നമ്മുടെ നേർച്ചകൾ എന്നുള്ളത് നമ്മുടെ ഉടമ്പടി നിബന്ധനകളാണ്. അതാണ് നമ്മുടെ നേർച്ചകൾ എന്ന് പറയുന്നത്. നാം ഭണ്ഡാരത്തിലിടുന്ന, നേർച്ചപ്പെട്ടിയിലിടുന്ന കാശല്ല നമ്മുടെ നേർച്ച. നമ്മുടെ ഏറ്റവും കാരുണ്യം നിറഞ്ഞൊരു ജീവിതമാണ് നമുക്ക് നേർന്നെടുക്കാനുള്ളത്, നമുക്ക് നേടിയെടുക്കാനുള്ളത്.
പരിശുദ്ധ അമ്മ നമുക്ക് അതിനു വേണ്ടി നമ്മെ സഹായിക്കുകയും നമ്മെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും നമ്മോട് കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. നന്ദിനി പറയുകയുണ്ടായി, എല്ലാ സമയത്തും പരിശുദ്ധ അമ്മ ഇവരുടെ കൂടെ സഞ്ചരിച്ച ഒരു വലിയ ജീവിതാനുഭവം. ഇനി ഞാൻ ചെറുപ്പം മുതലേ ഒരുപാട് പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതാനുഭവങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നടക്കുന്നു. ഈശോ എനിക്കുള്ള എല്ലാ വലിയ സംരക്ഷണത്തിൻ്റെ ഒരു വലയം എനിക്ക് വേണ്ടി തീർത്തിരിക്കുന്നു. ഇനി എനിക്കൊന്നും പേടിക്കാനില്ല. ഞാൻ ആഗ്രഹിച്ചത് ഡിസംബർ 17 എൻ്റെ ബർത്ത്ഡേക്ക് മുൻപ് ഈശോ എനിക്കിത് തരണം. ഞാനത് ഒക്ടോബർ മാസത്തിൽ പ്രാർത്ഥിച്ചതാണ്. അല്പം പോലും തന്നെ നവംബർ 1 എത്താതെ തന്നെ ഡിസംബർ 31 തന്നെ ആ ഇൻ്റർവ്യൂ അവസാനിക്കുകയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ ജീവിതഭാരം ഏറ്റെടുക്കുകയും നല്ല ഒരു ജോബ് ഓഫർ നൽകി മകളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എല്ലാ ജീവിതാവസ്ഥകളിലും ഇവൾ നന്ദിനി നന്ദി പറയുന്നത് എങ്ങനെയാണ്, ഒരു യൂട്യൂബ് ചാനൽ ഈശോയുടെ നാമത്തിൽ തന്നെ ഉണ്ടാക്കി അതിൽ ഇൻസ്റ്റൻ്റായി കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഈശോ നമ്മോട് ചോദിക്കുന്നുണ്ട്, 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം പ്രാപിച്ചപ്പോൾ ഒരാൾ മാത്രം തിരിച്ചു വന്നപ്പോൾ ഈശോ ചോദിച്ചു, മറ്റ് 9 പേരെവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാരും തിരിച്ചു വന്നില്ലല്ലോ എന്ന് ഈശോ സങ്കടത്തോടെ ചോദിക്കുന്നതിനൊരു ഉത്തരമാണ് ഇന്ന് നന്ദിനി ഇവിടെ പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ശ്വാസോച്ഛ്വാസം പോലും വളരെ അത്ഭുതമാണ്. അതുപോലും ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യമേറ്റ് പറയുന്നു. എനിക്കിന്ന് ആരോടും സങ്കടമില്ല, ആരോടും പരാതിയില്ല. ഈ ജീവിതാനുഭവങ്ങളെല്ലാം എനിക്ക് ലഭിച്ചത് ഈശോയിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് നന്ദിനി പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എല്ലാവരോടും ക്ഷമിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സാക്ഷ്യത്തിന് ഒരുങ്ങിയത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ജീവിതാവസ്ഥകളിൽ കുടുങ്ങിക്കിടക്കുന്ന വഴിവിട്ട ജീവിതങ്ങളിൽ എല്ലാ മക്കളെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ, വീടില്ലാതെ വിഷമിക്കുന്നവരെ, ഒറ്റപ്പെട്ട് കഴിയുന്നവരെ എല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി നന്ദിനിയുടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു രോഗസൗഖ്യത്തിന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സിസ്റ്റർ സ്റ്റെഫ്ന. ഞാൻ 15 വർഷമായിട്ട് ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു. MSMI സന്യാസിനി സമൂഹത്തിലെ സഭാംഗമാണ്. കഴിഞ്ഞ 2022 സാധാരണ നടത്തുന്ന ഒരു ചെക്കപ്പിനായിട്ട് ഞാൻ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. ഗൈനക്കോളജിസ്റ്റ് ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഓവറിയിൽ ചെറിയ സിസ്റ്റ് കാണപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ തുടർന്നുള്ള ചെക്കപ്പിൽ ഓവറി 2 നീക്കം ചെയ്യണമെന്ന് പറഞ്ഞതിനാൽ ഒരു ലാപ്രോസ്കോപ്പി വഴി അത് നീക്കം ചെയ്യുവാനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിൻ്റെ തലേ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. ആ ഞായറാഴ്ച ഉച്ചവരെയും ജോലി കഴിഞ്ഞാണ് ഞാൻ തിങ്കളാഴ്ചത്തെ ഓപ്പറേഷനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. ഓപ്പറേഷനായിട്ട് അവർ 7 മണിക്ക് തന്നെ ഓപ്പറേഷനായിട്ട് കയറ്റി. അവർ പറഞ്ഞതനുസരിച്ച് 40 മിനിറ്റിന് ശേഷം ഓപ്പറേഷൻ കഴിയുമെന്നും ഓപ്പറേഷൻ ശേഷം തിരികെ റൂമിലേക്ക് ഇൻറ്റൻസീവ് സെക്ഷനിലേക്ക് കൊണ്ടുവരുമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ ഉച്ചയ്ക്ക് 12:30 സമയമായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വേറെന്തോ സംഭവിച്ചിട്ടുണ്ടായെന്ന്. ഡോക്ടർ ഉടനെ വന്നു. ഡോക്ടർ വന്നപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ അപ്പൻഡിക്സിൽ വലിയ ഒരു മുഴയുണ്ടായിരുന്നു. അത് അപ്പൻഡിക്സ് മുഴുവൻ പഴുത്ത് ഇരിക്കുകയായിരുന്നു. അത് അവർ ലാപ്രോസ്കോപ്പിയിലൂടെ റിമൂവ് ചെയ്തു. എന്നാൽ പെരിറ്റോണിയത്തിൽ ഒരു പച്ച കളർ പോലുള്ള ദ്രാവകം അവർ കണ്ടതായിട്ട് പറഞ്ഞു. അതവർക്ക് റിമൂവ് ചെയ്യാൻ പറ്റുകയില്ലെന്നും ബയോപ്സിക്കായിട്ട് എല്ലാ ഓപ്പറേഷൻ ചെയ്ത സിസ്റ്റുകളെല്ലാം അവർ അയക്കുകയും ചെയ്തു. 5 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഞാൻ വീട്ടിലേക്ക് പോയി. 4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു. ബയോപ്സിയുടെ റിപ്പോർട്ടിൽ അപ്പൻഡിക്സിലെ ആ മുഴ ക്യാൻസർ ആയിരുന്നുവെന്ന് മനസ്സിലായി. ഇതിന് മുൻപ്, ഈ ഓപ്പറേഷന് മുൻപാണ് ഞാൻ ആദ്യമായി കൃപാസന മാതാവിനെ കുറിച്ച് കേൾക്കുന്നത്. വളരെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തിരിക്കുമ്പോൾ അത്രയും നാളും കൊറോണക്കാരെ പേഷ്യൻറ്റിനെ നോക്കുകയും കൊറോണ പിടിച്ച ആളുകളുമായി ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഒരിക്കലും എനിക്ക് കൊറോണ വന്നിട്ടില്ല. പക്ഷേ ഈ ആദ്യത്തെ ഓപ്പറേഷന് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് 1 ദിവസം മുൻപ് എനിക്ക് കൊറോണ വന്നു. അതുകൊണ്ട് എൻ്റെ ഓപ്പറേഷൻ നീട്ടിവെച്ചു. ഈ നീട്ടിവെച്ച സമയത്ത് ഞങ്ങളുടെ ഒരു സിസ്റ്റർ സാധാരണ വിളിക്കുന്നത് പോലെ എന്നെ വിളിച്ചു. സിസ്റ്റർ വിളിച്ച് ഫോൺ വെച്ചു, വർത്താനമൊക്കെ പറഞ്ഞ്. അതിനുശേഷം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വീണ്ടും വിളിച്ചു. സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഞാൻ ഫോൺ വെച്ചിട്ട് ചാപ്പലിലേക്ക് കയറുമ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയുകയാണ് കൃപാസനത്തെക്കുറിച്ച് സ്റ്റെഫനിയോട് പറയുക എന്നെന്ന്. അപ്പോൾ സിസ്റ്റർ എന്നോട് ആ കാര്യത്തെക്കുറിച്ച് ഈ ഓപ്പറേഷന് മുൻപ് എന്നോട് സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, കൃപാസനം എന്ന ഒരു വെബ്സൈറ്റിൽ കയറി നോക്കണം, അവിടെ ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു.
മാതാവിൽ നല്ല വിശ്വാസം എനിക്കുണ്ടായിരുന്നെങ്കിലും വേറെ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒത്തിരിയേറെ അച്ഛന്മാരുടെ ടോക്കുകൾ കേൾക്കുകയോ അതിൽ വിശ്വസിക്കുകയോ ഒന്നും ചെയ്തിരുന്ന ഒരാളായിരുന്നില്ല ഞാൻ അത്രയും നാളും. എന്നാൽ ഈ സിസ്റ്റർ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞാൻ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ നോക്കി അത് കേട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഓപ്പറേഷനായി പോകുന്നത്. ഓപ്പറേഷനായി ഞാൻ ചെന്ന ആ ആശുപത്രിയിലും ഞങ്ങളുടെ തന്നെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഞാൻ എപ്പം ചാപ്പലിൽ കയറിയാലും എന്നോട് പറയുക, ആരോ എന്നോട് പറയുവാണ് കൃപാസനത്തെക്കുറിച്ച് സ്റ്റെഫനിയോട് പറ എന്ന്. അപ്പോൾ എനിക്കെന്തോ കുറച്ചും കൂടി ഒരു വിശ്വാസമായി തന്നെ എല്ലാവരോടും ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങളൊക്കെ ഈ സമയത്ത് കേൾക്കാൻ വേണ്ടി തുടങ്ങി. അത് കഴിഞ്ഞ് ഈ അപ്പൻഡിക്സ് ക്യാൻസറാണ് എന്ന് അറിഞ്ഞതിന് ശേഷം, അപ്പൻഡിക്സിലാണ് എന്നത് അവർ ഫിക്സ് ചെയ്തിട്ടില്ല, അവർക്കറിയത്തില്ല എവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്താണെന്ന് അറിയത്തില്ല. അപ്പൻഡിക്സിൽ നിന്ന് എടുത്ത ആ ഭാഗത്തിന് ക്യാൻസർ ഉണ്ടായിരുന്നത് മാത്രമേ അന്നേരം അറിയത്തുണ്ടായിരുന്നുള്ളൂ. പിന്നീടുള്ള ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യയിലേക്ക് പോരാനായിട്ട് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു. ഇവിടെ MBR കോഴിക്കോട് ഹോസ്പിറ്റലിൽ എനിക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു. അപ്പോൾ അങ്ങനെ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, അച്ഛൻ്റെ പേര് ഫാദർ ബോബി എന്നാണ്, അച്ഛനിപ്പം മരിച്ചുപോയി. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എന്തിനാണ് ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട്, അച്ഛനും 4 വർഷമായിട്ട് 4th സ്റ്റേജ് ക്യാൻസർ ആയിരുന്നു. ജർമ്മനിയിൽ തന്നെ ചികിത്സിച്ച് അച്ഛൻ്റെ ക്യാൻസർ പൂർണ്ണമായും മാറിയായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത്രയും സൗകര്യമുള്ള സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പോയാൽ കാലാവസ്ഥയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഇവിടെ തന്നെ തുടർന്നുള്ള ചെക്കപ്പുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇങ്ങനെ നിർബന്ധിച്ചതുകൊണ്ട് പ്രൊവിൻഷ്യലിനോടും ജനറലിൻ്റെയൊക്കെ തീരുമാനമനുസരിച്ച് ഞാൻ അവിടെ തന്നെ തുടർന്നുള്ള ചെക്കപ്പുകൾക്ക് അവിടെ തന്നെ പോയി. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ എനിക്ക് അവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും 10 മിനിറ്റ് അകലെയുള്ള ഒരു ഹോസ്പിറ്റലിൽ നല്ല ഒരു ഓങ്കോളജിസ്റ്റിനെയും അതുപോലെ തന്നെ അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ആ തെറാപ്പി, അതിന് പറയുന്നത് ഹൈപെക് തെറാപ്പി എന്നാണ്. അങ്ങനെയുള്ള തെറാപ്പിയുമുള്ള ഒരു ഹോസ്പിറ്റൽ അന്ന് അവിടെ കണ്ടുപിടിച്ചു. പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഒരു ഇടപെടലാണതെന്ന് ഞാൻ ഇന്നും പൂർണ്ണമായും വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഈ ഓപ്പറേഷന് വേണ്ടിയുള്ള ഈ സമയങ്ങളിൽ ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ കേൾക്കും. അപ്പം അത് ഓപ്പറേഷൻ്റെ ഈ സമയത്തുള്ള ടൈമുകളിൽ ഒത്തിരിയേറെ പേര് എന്നെ കാണാൻ വേണ്ടി വന്നു. എല്ലാവരും തന്നെ എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു, വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ട്, ആരെങ്കിലും വീട്ടിൽ നിന്ന് പോയി ഉടമ്പടി എടുക്കുകയാണെങ്കിൽ മാതാവ് തീർച്ചയായിട്ടും ഇടപെടുമെന്ന് പറഞ്ഞു. അന്ന് എൻ്റെ നാത്തൂൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ, എനിക്കൊരാങ്ങളേ ഉള്ളൂ. അവന് ആഫ്രിക്കയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ നാത്തൂനോട് ഈ കാര്യം പറഞ്ഞു, ആരെങ്കിലും ഇങ്ങനെ നീ കൃപാസനത്തിൽ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നാത്തൂൻ എന്നോട് പറഞ്ഞു, ചേച്ചി, ഞാൻ ചേച്ചിക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞ അന്ന് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, പക്ഷേ ചേച്ചി ഇവിടെ വന്ന് പെറ്റ് സ്കാൻ ചെയ്ത് ക്യാൻസർ ഇല്ല എന്ന് ബോധ്യമായാൽ ഞാൻ ചേച്ചീനെയും കൊണ്ട് അവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ അന്ന് തന്നെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഒരമ്മയും ഒരു കുഞ്ഞും കൂടി വന്നു. ആ അമ്മേനെയും കുഞ്ഞിനെയും ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. അതിന് മുൻപോ അതിന് ശേഷമോ അവർ വന്ന് വെള്ളം കുടിച്ചു. കൃപാസനത്തിലെ ഒരു പത്രവും കൊടുത്തിട്ട് അവിടുന്ന് പോയി. അന്ന് മുതൽ എൻ്റെ ആങ്ങളെയും അമ്മയും ചാച്ചന് അത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു കൃപാസനത്തിൽ. എന്നാലും ചാച്ചനും ആങ്ങളെയും എല്ലാവരും ഒന്നിച്ച് 5:30 എണീറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുവാനായിട്ട് തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ ഓപ്പറേഷന് വേണ്ടി പോകുന്നത്. 2022 നവംബർ 22-ാം തീയതി ആയിരുന്നു എൻ്റെ ഓപ്പൺ സർജറി നടക്കാനിരുന്നത്. ഓപ്പൺ സർജറിക്ക് വേണ്ടി പോകുന്നതിന് ഒരു 2-3 ദിവസം മുൻപ് ഞാൻ ഓർത്തു, സാക്ഷ്യങ്ങളിലൊക്കെ എല്ലാവരും പറയുന്നതാണ് കൃപാസനത്തിൽ ഉപ്പ് അല്ലെങ്കിൽ തൈലം അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ച വസ്തുക്കളൊക്കെ അവരുടെ കയ്യിൽ കാണുമായിരുന്നു. എന്നാൽ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സാധ്യതകളുമില്ല അതൊന്നും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പോകുന്നതിൻ്റെ ഓപ്പറേഷൻ്റെ തലേ ദിവസം ഞാനൊന്നും അറിയാത്ത ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു. സിസ്റ്ററുമായിട്ട് എനിക്ക് ഒത്തിരി പരിചയമൊന്നുമില്ല. സിസ്റ്റർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൃപാസനത്തിൽ നിന്ന് ഉപ്പും തേനും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ഇന്നെനിക്ക് കൊണ്ടുതരാൻ പറ്റില്ല, ആരെങ്കിലും വരുവാണെങ്കിൽ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ പോയി ഈ ഉപ്പും തേനും എടുത്തുകൊണ്ട് വന്നു. ഉപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാനന്ന് ഓപ്പറേഷന് വേണ്ടിയിട്ട് പോകുന്നത്. ഓപ്പറേഷന് തൊട്ട് മുൻപ് ഞാൻ ഉപ്പ് എൻ്റെ കയ്യിൽ
ഒരു 2 തരി ഇട്ടു. എന്നിട്ടാണ് ഞാൻ ഓപ്പറേഷന് പോയത്. ഓപ്പറേഷന് മുൻപ് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. ഓപ്പറേഷന് വേണ്ടി ഡോക്ടർ എൻ്റെ വയറ് തുറക്കുമ്പോൾ വയറ്റിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല, അവർ അത് അപ്പം തന്നെ പൂട്ടും, അതായത് അങ്ങനെ അവരെന്നെ പെട്ടെന്ന് ഇതാക്കും എന്നാണ് പറഞ്ഞത്. 6 മണിക്കൂർ ടൈമാണ് അവർ ഓപ്പറേഷന് വേണ്ടി പറഞ്ഞിരുന്നത്. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ 9.5 മണിക്കൂർ നീണ്ടു നിന്ന ഒരു ഓപ്പറേഷനായിരുന്നു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞതനുസരിച്ച് 4 ദിവസം എനിക്ക് ഇൻറ്റൻസീവ് ICUവിൽ കിടക്കണമായിരുന്നു. പക്ഷേ ഞാൻ ഇൻറ്റൻസീവിൽ കണ്ണ് തുറന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് കൃപാസന മാതാവിനെക്കുറിച്ച് പറയുന്നതായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ കണ്ണ് തുറക്കുന്നത്. പക്ഷേ ഞാൻ കണ്ണ് തുറന്ന ഉടനെ തന്നെ അടുത്തുനിന്ന ഡോക്ടറിനോട് ചോദിച്ചു എന്നാണ് എനിക്ക് പറ്റിയത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യം കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ വയറ്റിൽ ഞാൻ എന്തൊക്കെയാണ് എന്ത് വലിയൊരു അത്ഭുതമാണ് നടന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. എൻ്റെ വയറിൻ്റെ ചെറുകുടലിൻ്റെ ഒരു ഭാഗം അവർ കളഞ്ഞു, വൻകുടലിൻ്റെ ഒരു ഭാഗം, മുകളിലേക്ക് കയറുന്ന ആ ഫുൾ വൻകുടൽ, പിന്നെ നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്നൊക്കെ കിടക്കുന്ന ഒരു ബോട്ടിലുണ്ട്, ആ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് അവരെടുത്തു കളഞ്ഞു. പിന്നെ യൂട്രസ്, ബ്ലാഡർ, അങ്ങനെ എല്ലാ ഒരുമാതിരി എല്ലാ വയറ്റിലുള്ള എല്ലാ അവയവങ്ങളിലും ക്യാൻസറിൻ്റെ സെൽസ് പടർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതെല്ലാം റിമൂവ് ചെയ്തുകൊണ്ടാണ് ഇത്രയും എന്താ പറയുക ഇത്രയും ടൈം എടുത്തത് ഓപ്പറേഷന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ഓപ്പറേഷന് മുൻപ് ആഗ്രഹിച്ച ഒരേ ഒരു കാര്യവും പ്രാർത്ഥിച്ച ഒരു കാര്യവുമായിരുന്നു. നേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ എല്ലാ കോംപ്ലിക്കേഷൻസും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പ്രാർത്ഥിച്ചു, എനിക്ക് വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ബോട്ടിൽ മാത്രം ഇടരുത്, ബാക്കി എന്തിട്ടാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന്. ഞാൻ ആദ്യമേ തന്നെ അതാണ് നോക്കിയത്. അപ്പോൾ അതവിടെയുണ്ട്. അന്നേരം ഞാൻ ഓർത്തു, ഞാൻ വെറുതെ പ്രാർത്ഥിച്ചതാണ് കൃപാസന മാതാവിനോട്, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും മാതാവ് എനിക്ക്, ഞാനത് വിശ്വസിച്ചുകൊണ്ടായിരിക്കും മാതാവ് എനിക്ക് ഇത്രയും കോംപ്ലിക്കേഷൻസൊക്കെ തന്നെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അന്ന് വിചാരിച്ച ആ സമയം മുതലുള്ള എൻ്റെ റിക്കവറി എന്ന് പറയുന്നത് എല്ലാ ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും എന്നെ ശുശ്രൂഷിച്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നു. 4 ദിവസം ICUവിൽ കിടക്കണമെന്ന് പറഞ്ഞ ഞാൻ 1.5 ദിവസം കഴിഞ്ഞപ്പോൾ ICUവിൽ എണീറ്റ് അവിടെ ബെഡിൽ നിന്ന് എണീറ്റ് തന്നെ അടുത്ത ബെഡിലേക്ക് മാറി എന്നെ അവർ അവിടുന്ന് നോർമലായിട്ടുള്ള മുറികളിലേക്ക് ഇത് ചെയ്തു. പിന്നീട് എന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ എപ്പോഴും എല്ലാ ദിവസവും ഡോക്ടർ ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് 7 മണി ആകുമ്പോൾ വന്ന് എന്നെ നോക്കുമായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഇത്രയും വലിയ ഒരു അത്ഭുതം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, ഇത്രയും പെട്ടെന്ന് ഞാൻ റിക്കവറായി വരുന്നത്. 2-ാം ദിവസം തൊട്ട് ഞാൻ ചെറുതായി നടക്കാൻ തുടങ്ങി. ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇത്രയും ശരീരത്തിലെ ഇത്രയും ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടും എനിക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് അതിൻ്റേതായിട്ട് വന്നിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആദ്യ കാലങ്ങളുണ്ടായിരുന്നെങ്കിലും അതിൻ്റേതായ ഒരു കോംപ്ലിക്കേഷൻസും എനിക്കുണ്ടായിട്ടില്ല. അതിനുശേഷം ഡിസംബർ 23-ാം തീയതി, അതായത് കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആ ബോട്ടിൽ അല്ലെങ്കിൽ ബാഗ് വീണ്ടും റിമൂവ് ചെയ്തു. സാധാരണ പോലെ തന്നെയായി. അതെല്ലാം ഈ ദിവസങ്ങളിലെല്ലാം എനിക്ക് വേണ്ടി ഒത്തിരിയേറെ പേര് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രൊവിൻസിലുള്ള എല്ലാ മഠങ്ങളിലും ഈ ദിവസങ്ങളിലെല്ലാം എനിക്ക് വേണ്ടി കുർബാന ചൊല്ലി, കുർബാനയുടെയും പരിശുദ്ധ അമ്മയുടെയും വലിയ അത്ഭുതവും മാധ്യസ്ഥവുമാണ് എന്നെ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിർത്തി സാക്ഷ്യം പറയുവാനായിട്ട് സഹായിച്ചത്. അതിനുശേഷം ഞാൻ കറക്റ്റ് 3 മാസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ തിരിച്ച് വന്നു, വീട്ടിൽ വന്ന് ഞാൻ ഇവിടെ വന്നിരുന്നു. ട്രെയിൻ ചെയ്യാൻ ഇവിടെ വന്നു, ഒരു പ്രശ്നവും ഇല്ലാതെ. പക്ഷേ അന്ന് എനിക്ക് ഒത്തിരി സമയം നിൽക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് സാക്ഷ്യം പറയാനോ ഉടമ്പടി എടുക്കാനോ ഒന്നും പറ്റിയില്ല. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇതിലൂടെ എനിക്ക് ആധ്യാത്മികമായിട്ട് ഒത്തിരിയേറെ വളരാൻ സാധിച്ചു. വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും കൂടുതൽ മാതാവിൽ വിശ്വാസം അർപ്പിക്കുവാനും ഈശോയോട് കൂടുതൽ അടുക്കുവാനും ഒക്കെയായിട്ട് സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹം നൽകിയ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. 2 സാമുവേൽ 22:7. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. സിസ്റ്റർ സ്റ്റെഫീന
തൻ്റെ ജീവിതം കടന്നുപോയ സഹനപർവം മുഴുവനും നമ്മോട് പങ്കുവച്ചു. എന്നാലത് ദുഃഖത്തിൻ്റെയും രോഗദൈന്യതയുടെയും വിഷയമായിട്ടല്ല, എങ്ങനെ കൃപാസന മാതാവ് തക്ക സമയത്ത് മകളുടെ ജീവിതത്തിൽ ഇടപെടുകയും അനേകരിലൂടെ ഉടമ്പടിയെടുത്ത അനേക മക്കളുടെ അനുഭവങ്ങളിലൂടെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും മകൾക്ക് ലഭിക്കുകയും അത് ആത്മധൈര്യത്തോടുകൂടി ദൈവാശ്രയത്വത്തോടുകൂടി കൃപാസന മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഉപയോഗിച്ചുകൊണ്ട് ആ വലിയ ഓപ്പറേഷനുകളിലേക്ക് മകൾ ചെന്നു ചേരുവാനും ഡോക്ടർമാർ തന്നെ മരണം വരെ സംഭവിക്കാവുന്ന ജീവിതം മുഴുവനും ദയനീയമായി തീരാവുന്ന ക്ലേശകാലമെന്ന് വിധിയെഴുതിയ രോഗത്തിൽ നിന്ന് പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും നൽകി സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അത്ഭുതകരമായി മകളെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ആന്തരിക അവയവങ്ങളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് മകളെ തിരികെ വീണ്ടെടുത്തതിൻ്റെ സാക്ഷ്യമാണ് ഈ എൽത്താരയിൽ പങ്കുവച്ചത്. വൈറസ് സംബന്ധമായ ദഹന പ്രക്രിയയുടെ ഏതാണ്ട് എല്ലാ അവയവങ്ങളും, പ്രത്യുത്പാദന പ്രക്രിയയുടെ ഏതാണ്ട് എല്ലാ അവയവങ്ങളും ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്ത സിസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ പ്രായത്തിൽ ഏറെ ദൂരമുള്ള ജീവിതയാത്രയ്ക്ക് വളരെ ദയനീയമാകുന്ന വിധത്തിൽ എല്ലാ വിഷയങ്ങളും വന്ന് ഭവിക്കാവുന്നതായിരുന്നു. സിസ്റ്റർ അത് വളരെ ചുരുക്കിയാണ് ഈ എൽത്താരയിൽ സൂചിപ്പിച്ചത്. എല്ലാം ഉള്ളുകൊണ്ട് പറഞ്ഞാൽ അത് പറഞ്ഞു തീർക്കുവാൻ പറ്റുമോ എന്ന് പോലും സിസ്റ്ററിന് സംശയമുള്ളത് കൊണ്ടാണ്. കാരണം ഞാനിവിടെ ഈ സാക്ഷ്യത്തിൻ്റെ പത്രം വായിക്കുമ്പോൾ എനിക്കറിയാം എത്ര ദയനീയമായിരുന്നു ജീവിതം കടന്നുപോയ ദിവസങ്ങളെന്ന്. ആർക്കും ഒരു പ്രതീക്ഷയും ജീവിതത്തെക്കുറിച്ച് പോലും ഇല്ലാതിരുന്ന നാളുകൾ. എന്നാൽ ഈ ഓരോ സമയത്തും കൃപാസന മാതാവ്, സഞ്ചാരി മാതാവ് എന്ന് നാം വിളിക്കുന്നത് പോലെ തന്നെ ഓരോരുത്തർ മകളുടെ അരികിലേക്ക് വന്നെത്തിച്ചേർന്ന് കൃപാസനത്തെക്കുറിച്ച് പറയുന്നു, അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാൻ പറയുന്നു, ഉടമ്പടി സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനങ്ങളും പങ്കുചേരുവാൻ വേണ്ടി നിരന്തരമായി സഹായിച്ചു കൊണ്ടിരുന്നു. തൻ്റെ രോഗക്കിടക്കയിൽ മുഴുവനും തനിക്ക് ആത്മധൈര്യവും പ്രത്യാശയും ഏറ്റവും ശക്തമായ ചിന്തയോടുകൂടി തൻ്റെ രോഗക്ലേശങ്ങളെ മുഴുവനും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ആ ചികിത്സയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുവാൻ സഹായിച്ചത് മുഴുവനും കൃപാസന മാതാവിലുള്ള പ്രത്യാശയുള്ള പ്രാർത്ഥനയെന്ന് മകൾ ഏറ്റുപറയുകയാണ്. അത് അവിചാരിതമായി ആദ്യം ഒരു വ്യക്തിയിലൂടെ കേൾക്കുന്നത്, വിളിക്കുന്ന സിസ്റ്റേഴ്സൊക്കെ പറയുന്നത്, ഒരു സിസ്റ്റർ ആദ്യം ഫോൺ വിളിച്ചിട്ട് അത് കട്ട് ചെയ്തയാൾ രണ്ടാമത് വിളിച്ച് കൃപാസനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്, അധികം പരിചയമില്ലാത്തൊരു വ്യക്തി കൃപാസനം ഉപ്പും തേനും തൻ്റെ കരങ്ങളിലുണ്ട്, അത് ആരെങ്കിലും വന്നാൽ കൊടുത്തുവിടാം, ഇന്ന് അവിടം വരെ എത്താൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അത് തൻ്റെ കരങ്ങളിൽ എത്തിച്ചേരുന്നത്, അതിനുവേണ്ടി ആ നിമിഷങ്ങളിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നത്, ഓപ്പറേഷന് ശേഷം ടൂൾസ് പോകുന്നതിനുള്ള ബാഗ് മാത്രം ജീവിതകാലം മുഴുവൻ വഹിക്കുവാൻ കാരണമാകരുതേ, അത്രയും ആ ഒരു ദയനീയത തരരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ നിമിഷങ്ങളിൽ ആദ്യം നോക്കിയത് പുറമേ ആ കൊളസ്ട്രോമി ബാഗുണ്ടോ എന്നാണ്. അത് കണ്ട് ആകെ തകർന്നു പോകുന്നത്. അപ്പോൾ മാതാവിനോട് തകർന്ന മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നത്, മാതാവ് ആ കണ്ണീര്, ആ തകർച്ച മുഴുവനും കണ്ടുകൊണ്ട് ആ നിമിഷം മുതൽ കൂടുതൽ വേഗത്തിൽ സൗഖ്യപ്പെടുത്തി ചുരുക്ക സമയത്തിനുള്ളിൽ എല്ലാം സാധാരണ പോലെ ക്രമീകരിച്ച് മകൾക്ക് നൽകുന്നത് അത്ഭുതകരമായ രോഗസൗഖ്യം. ഡോക്ടർ പോലും അതുകൊണ്ടാണ് സാക്ഷ്യപ്പെടുത്തിയത്, ഇതുപോലൊരു ഓപ്പറേഷൻ, ഇതുപോലൊരു രോഗസൗഖ്യം, ഇതുപോലെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ളൊരു മടങ്ങി വരവ് തൻ്റെ കരിയറിൽ ഒരിക്കലും താൻ കണ്ടിട്ടില്ലെന്ന്. പ്രിയമുള്ളവരെ, അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മ കൂടെ നിന്ന് ഈശോയിൽ നിന്ന് അനുഗ്രഹം നേടിത്തരും. നമ്മൾ എത്ര കണ്ട് രോഗപീഠകളാൽ ക്ലേശിക്കുന്നവരാണെങ്കിലും, നമ്മൾ എത്ര കണ്ട് ജീവിതത്തിൻ്റെ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, പ്രതീക്ഷിക്കുവാൻ യാതൊരു വകയില്ലാത്തവരാണെങ്കിലും, അമ്മയുടെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രത്യക്ഷീകരണം ലോകം അംഗീകരിക്കുന്നതിന്, പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുന്നതിന് അത്ഭുതകരമായ അടയാളങ്ങളിലൂടെ, വിസ്മരണീയമായ പ്രവൃത്തികളിലൂടെ ഞാൻ ഇന്നും ജീവിക്കുന്നു, ഞാൻ ഇന്നും എൻ്റെ തിരുക്കുമാരനോട് അന്ന് കാനായിൽ അവൻ പറയുന്നത് പോലെ ചെയ്യുവനെന്ന് ശിഷ്യരോട് പറയുമ്പോൾ അത് വീഞ്ഞായി മാറിയതുപോലെ ഇന്ന് ജീവിതത്തിൻ്റെ ഏതൊരു ദുരിതത്തെയും ഏറ്റെടുത്തുകൊണ്ട് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അത്ഭുത സാക്ഷ്യങ്ങളായി ലോകത്തിൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് അതിൻ്റെ സാക്ഷ്യമാണ് ഈ സിസ്റ്റർ ഈ എൽത്താരയിൽ പങ്കുവച്ചത്.